ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. സിനിമാ മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും സ്ത്രീ കേന്ദ്രീകൃത വികസനങ്ങളും ഉണ്ടാകണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിഖ്യാത നടൻ മിഥുൻ ചക്രബർത്തിക്ക് ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം ഋഷഭ് ഷെട്ടി ഏറ്റുവാങ്ങി. മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യമേനനും മാനസി പരേഖിനും സമ്മാനിച്ചു. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മലയാള ചിത്രമായ ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷി ഏറ്റുവാങ്ങി. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മലയാളിയായ ശ്രീപദിന് സമ്മാനിച്ചു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ്, സഹമന്ത്രി എൽ മുരുകൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90 സീറ്റുകളിൽ 48 സീറ്റിൽ ബിജെപിയും 36 സീറ്റിൽ കോൺഗ്രസും ജയിച്ചു. ഒരു സീറ്റിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 2 ഇന്ത്യൻ നാഷണൽ ലോക്ദളും 3 സ്വതന്ത്രരും ജയിച്ചു. ജമ്മുകാശ്മീരിൽ 90 നിയമസഭാ സീറ്റിലെയും വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭരണമുറപ്പിച്ചു. നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് 42 സീറ്റും കോൺഗ്രസിന് 6 സീറ്റും ലഭിച്ചപ്പോൾ ബിജെപി 29 സീറ്റിലേക്ക് ചുരുങ്ങി. ഹരിയാന ജമ്മുകാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് വോട്ട് രേഖപ്പെടുത്തിയവർക്ക് നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജമ്മുകാശ്മീരിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. സ്പീക്കറുടെ ഡയസിലേക്ക് ബലപ്രയോഗത്തിലൂടെ കടന്നുകയറിയതിന് പ്രതിപക്ഷ എംഎൽഎമാരായ മാത്യു കുഴൽനാടൻ, IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, സജീവ് ജോസഫ് എന്നിവരെ നിയമസഭ ഇന്ന് താക്കീത് ചെയ്തു. ഡയസിലേക്ക് ബലപ്രയോഗത്തിലൂടെ കടന്നുകയറിയത് സഭയുടെയും സഭാധ്യക്ഷന്റെയും പ്രത്യേക അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്ന് കണ്ടെത്തിയാണ് നടപടി. ഈ വർഷത്തെ ഭൌതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു. ജോൺ എച്ച് ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻടൺ എന്നിവർ അവാർഡ് പങ്കിട്ടു. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകളിലൂടെ മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് നൂതന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരോടൊപ്പം വന്യജീവികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതും നമ്മുടെ കടമയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. കോഴിക്കോട് തിരുവമ്പാടിയിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് യാത്രക്കാർ മരിച്ച സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ KSRTC ചെയർമാന് നിർദ്ദേശം നൽകി. അപകടത്തിൽ 25ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആനക്കാംപൊയിൽ സ്വദേശികളായ ത്രേസ്യാമ, കമല എന്നിവരാണ് മരിച്ചത്. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 21ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലും 19ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിലും പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ലാവോസിലെത്തും. ലാവോസ് പ്രധാനമന്ത്രി സോനക്സ്കി സിഫറ്റോണിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായി ലാവോസിലെത്തുന്നത്. ഇന്ത്യ ആസിയാൻ ബന്ധത്തിലെ പുരോഗതി, ഭാവി സഹകരണം എന്നിവ ഉച്ചകോടി വിലയിരുത്തും. ഇന്ത്യയുടെ കിഴക്കൻ നയത്തിലും സാഗർ കാഴ്ചപ്പാടുകളിലും ആസിയാൻ അംഗരാജ്യങ്ങൾക്ക് നിർണായക സ്ഥാനമാണുള്ളത്. ICC വനിതാ T20 ലോകകപ്പിന്റെ ഇന്നത്തെ മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഷാർജയിലാണ് മത്സരം. ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം T20 മത്സരം നാളെ ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. ഞായറാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയിരുന്നു. ആർട്ടിക് ഓപ്പൺ ബാഡ്മിന്റൺ മത്സരങ്ങൾക്ക് ഫിൻലൻഡിൽ തുടക്കമായി. ഇന്ത്യൻ താരങ്ങളായ PV സിന്ധു, ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, ആകർഷി കശ്യപ്, കിരൺ ജോർജ്, മാളവിക ബൻസോദ് തുടങ്ങിയവർ മത്സരിക്കും. ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി സഖ്യം പിൻവാങ്ങിയതിനാൽ പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങൾ ആരും മത്സരിക്കുന്നില്ല. ടൂർണമെന്റ് ഈ മാസം 13-ന് സമാപിക്കും. പശ്ചിമബംഗാളിൽ കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മുതിർന്ന അധ്യാപകർ ഇന്ന് കൂട്ടരാജി സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്ന ജൂനിയർ ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് രാജി സമർപ്പിച്ചത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. വാഗമണ്ണിലെ കോലാഹലമേട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ചില്ല് പാലത്തിന്റെ പ്രവർത്തനം ഇന്നു മുതൽ പുനരാരംഭിച്ചു. ആദ്യ ദിനം 600-ലധികം സഞ്ചാരികളാണ് പാലത്തിൽ കയറാനെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.